സോഷ്യൽ മീഡിയ റീലുകളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിച്ച ആളാണ് അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കുന്നതിന് മുമ്പേ BB7ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണു സുധിയുടെ പേര് ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് ആരംഭിച്ചപ്പോൾ രേണു സുധി മത്സരാർത്ഥിയായി എത്തുകയും ചെയ്തു. ഇപ്പോഴിതാ ബിഗ് ബോസ് ഷോ ഒരാഴ്ച പിന്നിടുമ്പോൾ ആദ്യ വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിന്റെ കള്ളത്തരം കൈയോടെ പിടികൂടിയിരിക്കുകയാണ് മോഹൻലാൽ. ഒരു കത്തുമായാണ് മോഹൻലാൽ എത്തിയത്. ബിഗ് ബോസ് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ബേബി ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയി പുറത്തു വരുന്നു എന്നതാണ് കത്തിലെ ഉള്ളടക്കം. ഇതിന് പിന്നാലെ ബേബി ഹൗസ് പരിശോധിക്കാൻ 3 പേരെ വീടിനകത്തേക്ക് അയക്കുകയും ചെയ്തു. ശേഷം കത്തിൽ പറഞ്ഞ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാൻ മോഹൻലാൽ നിർദ്ദേശിക്കുകയും വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. താൻ ആദ്യ ആഴ്ച എലിമിനേഷൻ റൗണ്ടിൽ വന്നുവെന്നും തന്നെയും സുധിച്ചേട്ടനെയും സ്നേഹിക്കുന്നവർ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രേണുവിന്റെ വീഡിയോ ആണ് മോഹൻലാൽ പുറത്തുവിട്ടത്. രേണു സുധി ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ തയ്യാറാക്കിയ വീഡിയോ ആയിരുന്നു ഇത്. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. ഒന്നാമത്തെ ആഴ്ച തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഇപ്രകാരമാണ് രേണു സുധി വീഡിയോയിൽ പറഞ്ഞത്. തന്റെ കള്ളത്തരം കൈയോടെ പിടിക്കപ്പെട്ടതോടെ ഈ വീഡിയോയ്ക്ക് പിന്നിൽ തന്റെ ഒരു കസിൻ ആണെന്ന് പറഞ്ഞ് രേണു സ്വന്തം മുഖം രക്ഷിക്കാനൊരുങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വരുമെന്ന് എങ്ങനെ അറിയാമെന്നായിരുന്നു രേണുവിനോട് മോഹൻലാൽ ചോദിച്ചത്. ഈ വീഡിയോ എടുത്തു വെച്ച് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് ശരിയാണോ എന്ന് മോഹൻലാൽ ചോദിച്ചു. ഇത് ശരിയായില്ല എന്നും ആകാംക്ഷ നിറഞ്ഞൊരു ഷോ ആണിതെന്നും മോഹൻലാൽ പറഞ്ഞു. ഷോയുടെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോകൾ ചെയ്യരുതെന്നും ഇത് പൈറസിയാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഇതിനെക്കുറിച്ച് മോഹൻലാൽ വിശദീകരണം ചോദിച്ചപ്പോൾ തന്നെ യൂട്യൂബ് നോക്കുന്ന കസിന്റെ തലയിൽ രേണു കുറ്റം കെട്ടിവെച്ചു. കസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും ഈ വീഡിയോ ചെയ്ത ശേഷമാണ് ബിഗ് ബോസിലേക്ക് വരുന്നതെന്നും രേണു പറഞ്ഞു. രേണുവിന്റെ ഈ വോട്ടിംഗ് അഭ്യർത്ഥന വീഡിയോ കണ്ട് സഹ മത്സരാർത്ഥികളും ഞെട്ടിയിരുന്നു. ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് രേണു സുധി ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ പോയ ശേഷം തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിലും രേണു എത്തിയിരുന്നു. തന്റെ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന കസിനോട് ഇനി ഇത്തരത്തിലൊന്നും ചെയ്യരുതെന്നും രേണു ക്യാമറ നോക്കി പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്റെ ഒരു സമാധാനത്തിനെന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ 10 ഏത്തുമിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ രേണുവിനെ ട്രോളി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടിനായി രേണു മുൻകൂട്ടി വീഡിയോ ചെയ്തിട്ട് അത് പിടിക്കപ്പെട്ടപ്പോൾ കസിന്റെ തലയിൽ കെട്ടിവെച്ച് തടി ഊരേണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. രേണു തന്നെയാണല്ലോ വോട്ട് ചോദിച്ചുള്ള വീഡിയോ ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെ ഒരു വീഡിയോ രേണു ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. ഇതോടെ നിരവധി പേരാണ് രേണുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ആക്റ്റീവ് അല്ലാത്ത രേണുവിന്റെ തനിച്ചുള്ള വർത്തമാനങ്ങൾ ഡ്രാമയാണെന്നാണ് ആളുകൾ പറയുന്നത്. ബേബി ഹൗസിൽ കണ്ണില്ലാത്ത തത്തിയോടും രേണു കഥ പറയുന്നുണ്ട്. ഇതും ഡ്രാമയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്തൊക്കെയായാലും ഇനി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.